പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വരുന്നത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്യുക. ഇന്ന് വന്നത് എന്താണെന്ന് വെച്ചാൽ, കീമിൻ്റെ അവസാനഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ കീം പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, പിന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷനുള്ള ലാസ്റ്റ് ഡേറ്റ് 7-ാം തീയതി, ഓഗസ്റ്റ് 7-ാം തീയതി വൈകുന്നേരം 5 മണി വരെയാണ്, നാളെയാണ്. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, പിന്നെ ഹയർ ഓപ്ഷൻ വേണ്ട കുട്ടികൾ, അതായത് ഇപ്പം അഡ്മിഷൻ എടുത്ത കുട്ടികളാവട്ടെ, അഡ്മിഷൻ എടുക്കാത്ത കുട്ടികളാവട്ടെ, അവർക്ക് കോളേജ് മാറണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യണം. അതായത് 2-ാം ഘട്ടം അലോട്ട്മെൻറ്റോടുകൂടി നിങ്ങളുടെ ഹയർ ഓപ്ഷൻ ഓൾറെഡി ക്യാൻസലായി കഴിഞ്ഞു. പല കുട്ടികൾക്കും ധാരണയുണ്ടാവും, ഞാൻ ഓൾറെഡി അലോട്ട്മെൻറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തതാണല്ലോ, അതിൽ കിട്ടിയ കുട്ടികളാണെങ്കിലും കിട്ടാത്ത കുട്ടികളാണെങ്കിലും. അതുകൊണ്ട് 2000 രൂപ ഫീസ് അടച്ചിട്ട് സൈറ്റിൽ ce.kerala.gov.in വളരെ കൃത്യമായിട്ടുള്ളതാണ്. അലോട്ട്മെൻറ്റിന്, തേർഡ് അലോട്ട്മെൻറ്റിന് ഒന്നുകൂടി ഓപ്ഷൻ രജിസ്റ്റർ ചെയ്തേ മതിയാവും. ഈ ഓപ്ഷൻ രജിസ്റ്റർ വെച്ചിട്ടാണ് വേക്കൻ്റ് ആയിട്ടുള്ള സീറ്റുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. പിന്നെ വേറൊരു കാര്യം, ഈ 2000 രൂപ അടച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ റീഫണ്ട് ചെയ്യാനുള്ള സംവിധാനമുള്ളതാണ്. സൈറ്റിൽ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അതുകൊണ്ട് കീമിൽ അഡ്മിഷൻ ലഭിച്ച കുട്ടികളും അഡ്മിഷൻ ലഭിക്കാത്ത കുട്ടികളും നിർബന്ധമായിട്ടും ഓപ്ഷൻ രജിസ്റ്റർ ചെയ്യുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ട കോളേജുകളിൽ ഓപ്ഷൻ അനുസരിച്ച് തന്നെ ചെയ്യാം. ഇനി ഓൾറെഡി അഡ്മിഷൻ ലഭിച്ച കുട്ടികൾ അവർക്ക് ആ കോളേജ് തന്നെ മതി എന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് അഡ്മിഷൻ എടുത്ത് എനിക്കിനി വേറെ കോളേജിലേക്ക് ഞാൻ മാറുന്നില്ല, ഞാൻ ഈ ഓപ്ഷനിൽ ഈ കോളേജിൽ പിന്നെ ഈ ബ്രാഞ്ചാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ ഓപ്ഷൻ രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. ഹയർ ഓപ്ഷൻ വേണ്ട കുട്ടികൾ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഈ വീഡിയോ +2 കഴിഞ്ഞ വിദ്യാർത്ഥികളിലേക്കും രക്ഷിതാക്കളിലേക്കും എല്ലാവർക്കും ഷെയർ ചെയ്യുക. താങ്ക്